ഹലോ, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഹെയർ കട്ട് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഓറഞ്ചിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്ന വണ്ടി ഫാസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര ലേറ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നേരത്തെയാണ് ഇറങ്ങിയത്. പക്ഷെ കയറിയ ബസ് ഭയങ്കരമായിട്ട് എഴഞ്ഞ് ഓറഞ്ച് എടുത്തുകൊണ്ട് കുറച്ചു നേരം അതും പിടിച്ചേക്കാൻ പറ്റില്ല. എന്നാലും ഒരു ആശ്വാസത്തിന് അത് കഴിച്ചെന്നേ ഉള്ളൂ. ആൻഡ് ഞങ്ങൾ അവിടെ പോയപ്പോഴത്തേക്കും അവിടെ ഹെയർ കളർ ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ കയറിയപ്പോൾ വൺ ട്രീറ്റ്, അതിൻ്റെ കോമഡി പറഞ്ഞാൽ നമ്മൾ ചിരിക്കായിരുന്നു. ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ ഇതൊക്കെ കൊണ്ട് ഫ്രണ്ടിൽ വെച്ചപ്പോഴത്തേക്ക് ഞങ്ങൾ ദൈവമേ എന്നൊക്കെ. യെല്ലോ ചില്ലി അങ്ങനെ കണ്ടാണ് റെസ്റ്റോറൻറ്റ് പേര്. കവടിയാറാണ്. ആൻഡ് ഞങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് ഇഷ്ടമായി. ഇതൊക്കെ ഞങ്ങൾ സ്നാക്സ് അങ്ങനെയൊക്കെ കഴിക്കുന്ന അതാണ് ഇവിടുത്തെ സ്റ്റാർട്ടർ. അതിൻ്റെ ഒരു ചട്നി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇഷ്ടമായി എനിക്കത്. ഭയങ്കര ടേസ്റ്റ് എന്നല്ല, എരിവോ പുളിവോ അങ്ങനെയല്ല, എന്തോ ഒരു സുഖം ഫീൽ ചെയ്ത് എനിക്കിഷ്ടമായി അത്. അങ്ങനെ ഞങ്ങൾ കഴിക്കുകയായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തത് മട്ടൻ ബിരിയാണിയാണ്. ആക്ച്വലി ഹൈ എരിവോ പുളിയോ അങ്ങനെയല്ല, ലൈറ്റ്, എല്ലാം ലൈറ്റ് ആയിരുന്നു. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. എനിക്ക് പിന്നെ എന്തും പോവും, അത് വേറൊരു കാര്യം. ആൻഡ് ഞങ്ങൾ അവിടുത്തെ മിററിന്ന് വീഡിയോ ഒക്കെ എടുത്തു. നമ്മുടെ എല്ലാവരുടെയും ആദ്യത്തെ ലുക്കൊക്കെ നമ്മൾ നോക്കി വെച്ചു. ഇനി ഇത് കാണാൻ പറ്റില്ലല്ലോ എന്നൊക്കെ. അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ട് പുറത്തിറങ്ങിയാണ്. നമ്മൾ നേരെ പോയത് കവടിയാറുള്ള കൊളാബിലോട്ടാണ്. അവിടെ അടിപൊളിയാണ്. അവിടുത്തെ സർവീസൊക്കെ പൊളിയാണ് കേട്ടോ. എനിക്കിഷ്ടമായി. എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും അതെ. അങ്ങനെ ഞാൻ ഹെയർ കട്ടും കളറും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹെയർ കട്ട് ചെയ്ത് അവർ കട്ട് ചെയ്യാണ്. എൻ്റെ അടുത്ത് ഷോർട്ട് ആക്കണമെന്ന് ചോദിച്ചു. ഏത് വരെ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഷോൾഡർ വരെ, ഞാൻ ഉദ്ദേശിച്ച ഫ്രണ്ടിലെ ലേസ് ആയിരിക്കുമെന്ന്. പക്ഷെ അവർ മൊത്തത്തിൽ എനിക്ക് ഷോൾഡർ ആക്കി തന്നു. പക്ഷെ എനിക്കിഷ്ടമായി. ഫൈനൽ ലുക്ക് അവിടെ വെച്ച് എനിക്ക് ഇഷ്ടമായില്ലെങ്കിലും ഇപ്പൊ എൻ്റെ ഹെയർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എൻ്റെ നാച്ചുറൽ ഹെയർ നല്ല ഭംഗിക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഹെയർ കട്ട് ചെയ്തു. ഞാൻ ഹെയർ കളർ ചെയ്തു. ബട്ട് എൻ്റെ കൂടെ ഇരുന്നില്ല പുള്ളിക്കാരി. ആ പുള്ളിക്കാരിക്ക് വിഷമാവോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, പുള്ളിക്കാരിക്ക് ഹെയർ കളർ ചെയ്ത് കൊടുക്കാം. എൻ്റെ ഫ്രണ്ടിൻ്റെ അനിയത്തിയാണിത്. അപ്പോൾ അവൾക്ക് സങ്കടം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് അവളുടെ ആഗ്രഹം ഹെയർ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട്, ഹെയർ കളർ ചെയ്യണം എന്നാണ്. കൊച്ചുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധിച്ചു കൊടുക്കണമല്ലോ. ഈ ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് ഹെയർ കളർ ചെയ്യാനിരുന്നു. ആക്ച്വലി നല്ല ലേറ്റായി. കാരണം 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് അറിയാമല്ലോ, കുറേ ടൈം എടുക്കും. ഞാൻ മിററിൽ നോക്കി എൻ്റെ ഭംഗി ആസ്വദിക്കുകയാണ്. ആക്ച്വലി ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു കൊറിയൻ ടച്ചൊക്കെ വന്നു, കുഞ്ഞു പിള്ളേരെ കണക്ക്. എനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അയ്യോ ഞാൻ സലീകുമാറിനെ പോലെ, എനിക്കിത് വേണ്ട എന്നൊക്കെ. കാരണം എനിക്കിങ്ങനെ ഒരുപാട് ഫ്ലാറ്റ് ആയിട്ട് കിടക്കണം ഇഷ്ടമല്ല, ബൗൺസി ആയിട്ട് നന്നായിട്ട്. കാരണം അങ്ങനെയാണ് ഞാൻ പിക്ചർ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതുപോലെ എനിക്ക് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ദൈവം, ഇത് പഴയതുപോലെ ആവില്ലേ എന്നൊക്കെ, കളർ ചെയ്തത് ബോറാവോ എന്നൊക്കെ 1000 ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാലും അതിനെക്കാട്ടി ടെൻഷൻ വീട്ടിൽ ലേറ്റായിട്ട് എത്തുമല്ലോ എന്നാലോചിച്ചിട്ടായിരുന്നു. എന്തായാലും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കറക്റ്റ് സലീംകുമാറിനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരുപാട് ഫ്ലാറ്റ് ആയി പോയി. ഞാൻ എന്നിട്ട് ആലോചിച്ച, ദൈവമേ ഇതെല്ലാം ശരിയാക്കി തരണേ, ഹെയർ വാഷ് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. ഇതായിരുന്നു പുള്ളിക്കാരിയുടെ അനിയത്തി. ഞങ്ങൾ പറയായിരുന്നു വീഡിയോയിൽ വിസിബിൾ അല്ല കളേഴ്സ്, എന്നാലും ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഹെയർ കട്ട് ചെയ്തതും കളർ ചെയ്തതും ഒക്കെ എങ്ങനെയുണ്ട് എന്ന് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പൊ ഇന്നത്തേക്ക് വിട പറയുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.